കുന്നിച്ചു മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജുജുട്സു കൈസിൻ്റെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ സീരീസാണ്. ഗൈസ്, ഇതിന് ജെജെക്കായിട്ട് നല്ലൊരു കണക്ഷൻ തന്നെയുണ്ട്. സോ ഇത് രണ്ട് സീരീസ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടല്ല. ജെജെക്ക് എൻ ചെയ്തതിന് ശേഷം, അതായത് കള്ളിംഗ് ഗെയിംസ് എൻ ചെയ്തതിന് ശേഷം 68 വർഷങ്ങൾ കഴിയാൻ നിർത്തി അത് 2086 ഒരു ഏലിയൻ റേസ്, അതായത് സിമൂറിയൻസ് എന്ന് പറയുന്ന ഏലിയൻ റേസ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന കുറച്ചധികം കഥയാണ്. ആൻഡ് ഇതിലെ പ്രോട്ടോഗോൺസ് എന്ന് പറയുന്നത് യൂക്ക ആൻഡ് തുഷിഗിരിയാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ യൂട്ടയും മാക്കിയുടെ ഗ്രാൻഡ് കിഡ്സ് ആണ്. എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്റർ 1ലെ പാർട്ട് 1 ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ പാർട്ട് 2 അതേപോലെ ഇനി അപ്കമിംഗ് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. സോ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ അതും കൊണ്ടൊന്ന് അമർത്താൻ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് നമുക്കൊരു ഏലിയനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവനായിട്ട് ഒരു തേർഡ് ഐ ഒക്കെ ഉണ്ട്. അവൻ പറയുന്നുണ്ട്, ജപ്പാനോ? ഞാൻ വിചാരിച്ചത് ഈ ഗ്രഹത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കൺട്രി അമേരിക്ക ആണെന്നാണല്ലോ. അത് ശരിയാണ്, പക്ഷേ അവരൊരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡിപ്ലോമാറ്റിക്കായുള്ള എല്ലാ മിഷൻസിന്റെ അതോറിറ്റി ജപ്പാനിലാണുള്ളത്. ആ സമയത്ത് മറ്റൊരുത്തും പറയുന്നുണ്ട്, ഞാനൊരു കാര്യം കണ്ടെത്തി. എന്താണത്? അതായത് ഈ ലോകത്തിലും നമ്മളെ പോലെ വോയിസുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. എന്ത്? അതെ, അവരെ വിളിക്കുന്നത് ജുജുട്സു സോസറേഴ്സ് എന്നാണ്. ആൻഡ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ യൂക്ക ഒക്കോട്സു. അവൾക്ക് 6 വയസ്സാണുള്ളത്. അവളുടെ അപ്പൂപ്പനായിട്ടുള്ള യൂട്ടയായിട്ടായിരുന്നു ഫുൾ ടൈം നടന്നുകൊണ്ടിരുന്നത്. കാര്യം ചുരുക്കം പറഞ്ഞാൽ യൂട്ടയുടെ ഒരു ഫേവറേറ്റ് ആയുള്ള ഗ്രാൻഡ് ചൈൽഡ് എന്ന് തന്നെ നമ്മുടെ യൂക്കേനെ പറയാൻ സാധിക്കും. കാര്യം ഫുൾ ടൈം പുള്ളിക്കാരനെ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ ആ ഒരു മോതിരം അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും നീ ഇത് വെച്ചോ. അതെങ്ങനെ ശരിയാകും? അപ്പൂപ്പന് ഇത് വളരെ പ്രിയപ്പെട്ടതല്ലേ? അത് ശരിയാണ്, പക്ഷെ നീ കുറച്ച് റെക്ലെസ് ആണ്. നീ ഒരു ഫുൾ ഫ്ലെജ് സോഴ്സർ ആകുന്നവരെ ഈ റിങ് നിന്നെ എന്തായാലും നോക്കിക്കോളൂ. അത്രയും നാൾ നിനക്കിത് കൊണ്ടു നടക്കാമല്ലോ. അത് പുള്ളിക്കാരിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഫുൾ ഹാപ്പി. പിന്നെ കാണിക്കുന്ന യൂക്കക്ക് 10 വയസ്സുള്ള സമയമാണ്. ആ ടൈമിലാണ് നമ്മുടെ യൂട്ട മരിച്ചുപോയത്. ഗ്രാനിമാക്കി മരിച്ചതിന് ശേഷം ഓരോ ദിവസം കഴിയുന്നിടത്ത് പുള്ളിക്കാരൻ വീക്കറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, യൂട്ടയ്ക്ക് മുമ്പ് മാക്കി പോകുന്ന ആരും തന്നെ വിചാരിച്ചതല്ല. പിന്നെ കാണിക്കുന്നത് പുള്ളിക്കാരി അവിടെ തന്നെ നിൽക്കുന്നതാണ്. പുള്ളിക്കാരിയായിട്ട് ആ ഒരു കൊഫിന്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട്, ഗ്രാൻഡ്പാ, ഞാൻ എന്തായാലും വാക്ക് തരുവാണ്. ഞാൻ ഉറപ്പായിട്ടും താങ്കളെ പോലെ സ്ട്രോങ്ങർ ആയിട്ട് മാറും. പിന്നെ കാണിക്കുന്നത് പുള്ളിക്കാരുടെ അമ്മയാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, ആ റിങ് നീ എനിക്ക് താ. അതെന്തിനാണ് ഞാൻ തരുന്നത്? അതെന്തായാലും നിനക്ക് വേണ്ടതല്ല, പകരം നിന്റെ ബ്രദറായ തുഷിഗുരിക്കാണ് ആ സാധനം വേണ്ടത്. അതെങ്ങനെ ശരിയാവും? ഗ്രാൻഡ്പാ, ഇത് എനിക്കല്ല തന്നത്. ആ റിങ് എന്ന് പറയുന്നത് ഒരു കേഴ്സ് ഒബ്ജക്റ്റ് ആണ്. അതും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗോജോ ക്ലാന്റെ കേഴ്സ് ഒബ്ജക്ട് തന്നെയാണ്. അത് മാത്രമല്ല, അത് നിന്റെ കയ്യിൽ വെക്കാനുള്ള ഒരു അധികാരം പോലും നിനക്കില്ല. അത് തുഷിഗുരിക്ക് ആവശ്യപ്പെട്ടതാണ്. പിന്നെ കാണിക്കുന്നത് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഒരു റിങ് തിരിച്ച് മേടിക്കാനായിട്ട് പോകുന്നതാണ്. അവൾ നന്നായിട്ട് ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്. നീ അത് മയിലേക്ക് എനിക്ക് തിരിച്ചു തരാൻ നോക്ക്. നിനക്കറിയാലോ അത് എന്തുമാത്രം എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന്. അത് ഗ്രാൻഡ്പാ എനിക്ക് തന്നതാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ അങ്ങനെ എന്നോട് പറയില്ലേ? കാര്യം ഇത് ഞാൻ വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. തുഷിഗുരി ഒക്കോട്സുനി ഇപ്പോൾ 11 വയസ്സാണുള്ളത്. അതായത് അവളെക്കാട്ടും 1 വയസ്സ് പ്രായം കൂടുതൽ. അങ്ങനെ തന്നെ അവർ തമ്മിൽ ഇടി വെക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പുള്ളിക്കാരി ഇരുന്ന് കരയുന്നതാണ്. പുള്ളിക്കാരിക്ക് നന്നായിട്ട് തന്നെ ഇടി കിട്ടിയിട്ടുമുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അവൾ പറയുന്നുണ്ട്, ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറും. ഞാൻ ഉറപ്പായിട്ടും സ്ട്രോങ്ങർ ആയിട്ട് മാറി ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കും ആ റിങ്ങിന് ഞാൻ വേർത്തിയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു റെട്രോ ഗെയിമാണ്. ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, അല്ല പിള്ളേരിപ്പോൾ എല്ലാവരും ഇത് കളിക്കാറുണ്ടോ? എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല. പെമ്പിള്ളാരൊന്നും അതും കളിക്കാറില്ല. നീ ശരിക്കും നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഞാൻ നന്നായിട്ട് കളിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. ആകെപ്പാട് ഞാൻ കുറച്ച് നേരം മാത്രമേ ഒരു ദിവസം കളിക്കാറുള്ളൂ. എൻ്റെ പാരൻസ് കുറച്ചധികം മീനാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ ഒരു ദിവസം ഫുൾ ഇരുന്ന് കളിക്കാറുണ്ട്. ഓ അങ്ങനെയാണ്. അല്ല നീ മരിച്ചു പോയല്ലോ, നിനക്ക് സങ്കടമൊന്നും തോന്നില്ലേ നീ മരിച്ചതുകൊണ്ട്? എന്തിനി? അല്ല നീ മരിച്ചില്ലേ? അതൊക്കെ നോർമലാണ്. ഓ നോർമലാണല്ലേ? അപ്പോൾ നിനക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യൂക്കേനെ തുഷിഗിരിനെയൊക്കെയാണ്. അവർക്ക് രണ്ടുപേർക്കും 16ഉം 17ഉം വയസ്സായിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ പറയുന്നുണ്ട്, റീസെന്റ് ജപ്പാനിൽ ഈ മനുഷ്യരെ കടത്തുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ക്യോട്ടോയിലായിട്ട് കുറച്ചധികം നാളായിട്ട് പിള്ളേരെ കടത്തിക്കൊണ്ട് പോകുന്നത് നന്നായിട്ട് കൂടുന്നുണ്ട്. സോ പോലീസിനൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, സോഴ്സേഴ്സ് എന്തായാലും ഇതിൻ്റെ അത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3 പേരും കൂടെ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് റിപ്പോർട്ട് തന്നെ മുകളിലേക്ക് എന്തായാലും അയക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ യൂക്ക ചോദിക്കുന്നുണ്ട്, അല്ല നീ പറഞ്ഞത് ഞങ്ങൾ 3 പേരെന്നല്ലേ? ഞങ്ങൾ 2 പേരുള്ളല്ലോ. ഈ ടൈമിൽ അവിടേക്ക് ഒരുത്തൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് ഇൻസ്പെക്ടർ മറുലു. പിന്നെ പുള്ളിക്കാരൻ്റെ നീണ്ട പേരാണ്, അത് ഞാൻ എന്തായാലും പറയുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് എന്നെ മാറു എന്ന് വിളിക്കാം. അവൾ ചോദിക്കുന്നുണ്ട്, നീ മറ്റൊരു കൺട്രിയിലെ സോർസറർ ആണല്ലേ? അതെ. എന്തുപറ്റി? കാര്യമൊന്നുമില്ല. ഈ കേഴ്സ് എനർജി എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ എനർജിയാണ്. അത് യുണീക്കായിട്ട് ജാപ്പനീസ് പീപ്പിളിന് മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ജനിക്കുന്നവർക്ക് മാത്രം ആ പവർ കിട്ടുന്നത്. പക്ഷേ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് നിന്നെ പോലെ തന്നെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിഡ്നാപ്പിംഗ് മേജറായിട്ട് ഇവിടെ ജപ്പാനിൽ നടക്കാനുള്ള കാര്യം ഈ കേഴ്സ് എനർജി ആണെങ്കിലോ? അതും ശരിയാണ്. കാര്യം ജാപ്പനീസ് പീപ്പിളിന് ശരിക്കും നല്ല പ്രൈസ് കിട്ടാറുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ അത്. അപ്പോൾ നമ്മൾ തുഷിഗിരി ചോദിക്കുന്നുണ്ട്, അല്ല താങ്കൾ പറയുന്നത് ഇവനായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യണമെന്നാണോ? നിനക്കറിയാമല്ലോ ഇവനെ പോലുള്ളവരായിട്ട് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഏങ്ഷ്യസ് ആവും. അത് ഈ മിഷനെ ബാധിക്കുന്നതാണ്. ആരും നോക്കാൻ പോകുന്നു? ഇതൊരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ. നമ്മളെന്തായാലും വേറെ കേഴ്സ് യൂസറിൻ്റെ ഫ്രണ്ടിൽ പോയി ചാടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് നമ്മുടെ യൂക്ക പറയും ചെയ്യും. ആ സമയത്ത് മാർ ചോദിക്കുന്നുണ്ട്, കേഴ്സ് യൂസറോ?
അപ്പോൾ അവൻ തിരിച്ച് പറയും ചെയ്യും, നിനക്കൊരു കാര്യം മനസ്സിലാക്കിയോ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, നമ്മൾ എന്ത് ചെയ്യാന്നേർത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ തന്നെ അവർ ഇവൻ്റെ ചുറ്റിന്, അതായത് നമ്മുടെ മാറു ഇവരുടെ രണ്ടുപേരുടെ ചുറ്റിനും കിടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കേഴ്സ് യൂസർ എന്താണ്, അവരെന്താണ് ജുജുട്സു സോർസർ എന്ന് വിളിക്കാത്തത്, കേഴ്സ് യൂസർ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിലായിട്ട് അവർ തമ്മിൽ വഴക്കിടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ യുകെയും തുഷിഗിരിയും ഒരേപോലെ തന്നെ അവൻ്റെ അടുക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് കേഴ്സ് യൂസർ എന്ന് പറയുന്നത് ഒരു ബാഡ് അല്ല, ജുജുട്സു സോർസറേഴ്സിനാണ്. അതേപോലെ തന്നെ നീ ഇനി മിണ്ടാതിരുന്നെങ്കിലേക്ക് ഉറപ്പായിട്ടും നിന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോയും ചെയ്യും. ആ ടൈമിൽ അവരെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, മാറു എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലായുള്ള റെപ്രസെൻറ്റേറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും അവന് കൂടെ പോയേ പറ്റത്തുള്ളൂ. ആ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പം നീ ഏത് കൺട്രിയിൽ നിന്നോ വന്ന്, അല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാനുണ്ടോ. ആ ടൈമിൽ മാറു പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് കാണണം, അത് മാത്രമല്ല എന്നിട്ട് പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങളും ഞങ്ങളുടെ പവേഴ്സും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നും പിന്നെ ഈ സിമുറൂസിന് നമ്മുടെ മനുഷ്യരുമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയണമെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഏലിയനാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്ത് വന്നാലും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതല്ല, നമ്മളെന്തായാലും ഇത് മുന്നോട്ട് പോകാൻ പോയെന്ന് പറയുന്നത് തന്നെ അവർ രണ്ടുപേരും ഇവനെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എനിക്കെന്തായാലും ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് താങ്ങാൻ സാധിക്കത്തില്ല, എനിക്കെന്തായാലും ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് യൂക്കോ ഒരു സൈഡിലേക്കും തുഷിഗിരി മറ്റൊരു സൈഡിലേക്കും പോയിട്ടുണ്ട്. ഇത് കഴിയാൻ നേരത്ത് പുള്ളിക്കാരൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല, കാര്യം രണ്ടുപേരും അവനെ ഇട്ടിട്ട് പോയില്ലേ. ഈ ടൈമിൽ നമ്മുടെ യൂക്ക തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, എന്താ നീ വീണ്ടും ഇരുന്ന് കരയാൻ പോകുവാണ്. ആ സമയത്ത് മാറു ആലോചിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഇവരല്ലേ എന്നെ ഇട്ടിട്ട് പോയത്, എന്നിട്ട് ഒരു സോറി പോലും പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മാറു ഒരു ഫുഡ് കഴിക്കുന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, നല്ല ചൂടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സമയം യൂക്ക പറയും ചെയ്യും, നീ പതുക്കെ കഴിച്ചാൽ മതി, നിന്റെ ഫുഡ് എങ്ങും പോകത്തില്ല, ഈ കൺട്രിയിൽ എല്ലായിടത്തും ഈ സാധനം കിട്ടുന്നതാണ്. എടുത്തു പറയേണ്ടത് ഒക്കാസല്ലയാണ്. ആ ടൈമിൽ അവൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ കൺട്രി അടിപൊളിയാണല്ലേ, എന്തായാലും ഞാനിപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്ത്, അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നീ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അല്ല നിങ്ങൾ രണ്ടുപേരും സിബ്ലിങ്സ് ആണോ, അല്ല നിനക്ക് തോന്നിയോ, എനിക്ക് നന്നായിട്ട് തോന്നി, കാര്യം നിങ്ങൾ രണ്ടും സിമിലറാണ്. സിമിലറോ, ഞങ്ങൾ ഒരിക്കലും സിമിലർ അല്ല. എന്തുപറ്റി, നിങ്ങൾ രണ്ടുപേരും യോജിച്ചു പോകത്തില്ലേ. അങ്ങനെയൊന്നുമല്ല, അവനെനിക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം അവൻ്റെ കയ്യിലുണ്ട്. എന്തുപറ്റി, അവൻ മോഷ്ടിച്ചോ. മോഷ്ടിച്ചൊന്നുമല്ല, അതൊരു മോതിരമാണ്. നീ എൻ്റെ കഴുത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, അതിൻ്റെ ഗ്രാൻഡ് പാ എനിക്ക് വേണ്ടി തന്നാണ്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കേഴ്സ് ഒബ്ജക്റ്റ് കൂടിയാണ്, അതും ഗോജോ ക്ലാനിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും അവൻ്റെ കയ്യിലായിട്ടാണ് ഇപ്പോൾ എൻ്റെ അമ്മ കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ നിന്നാണ് അത് മേടിച്ചതും. സോ അതെനിക്ക് എങ്ങനെ പോയാലും തിരിച്ചു മേടിക്കണം. അപ്പം തുഷിഗിരി നല്ലൊരു ജുജുട്സു സോർസറാണോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും പുള്ളിക്കാരന് ഞങ്ങളുമായിട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വയസ്സ് മാത്രമാണ്. പക്ഷേ അവൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ, നല്ലൊരു കാര്യമാണ്. പക്ഷേ അവൻ ശരിക്കും മാനിയക്കാണ്, അതെനിക്കിഷ്ടമല്ല. ഓൾമോസ്റ്റ് അവനൊരു അറ്റൻഷൻ സീക്കർ പോലെയാണ്. ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ സ്ട്രോങ്ങർ ആണെന്ന് എല്ലാവരും വിളിച്ച് കാണിക്കുന്ന പോലെയാണ്. എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമല്ല. അത് മാത്രമല്ല ഗ്രാൻഡ് പായിട്ട് അവന് വലിയ മെമ്മറീസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത്. ആ ടൈമിൽ മാറി പറയുന്നുണ്ട്, എങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തല്ല, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നീ എത്രമാത്രം അടിപൊളിയാണെന്ന് മനസ്സിലാകുമല്ലോ. ഞാൻ നിങ്ങളെ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ ഇത് നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന എല്ലാവരും അറിയത്തുള്ളൂ. അല്ല നീയപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നത് അത് പ്രശ്നമല്ലേ? അത് പ്രശ്നമാണ്, എങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ. ആ സമയത്ത് മാറുവിനും ഇത് കേൾക്കാത്തത് ശരിക്കും സന്തോഷമായി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അല്ല നിനക്ക് എന്നെ മെഷീനെ ഹെൽപ്പ് ചെയ്യാൻ ഡയറക്റ്റ് പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല, കാര്യം എൻ്റെ കേഴ്സ് എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ അത് യൂസ് ചെയ്തത്ര എന്നല്ല, നമ്മൾ എന്തായാലും ഓക്കെയാണ്. അത് കഴിയാൻ നിർത്തി ഇവർ രണ്ടുപേരും കൂടെ ഇത് അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്യും. അതായത് ഈ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു സംഭവം അന്വേഷിച്ച് ഇറങ്ങാനും തുടങ്ങും. എന്നാൽ ഒത്തിരിയധികം ദൂരം നടന്നു, ഒത്തിരിയധികം സ്ഥലങ്ങളിൽ ചെന്നു. പക്ഷേ എങ്കിലും അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മുടെ മാരോട്ടെ ശരിക്കും ക്ഷീണിച്ച്. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, നീ ശരിക്കും ഒരു അമ്മച്ചറാണല്ലേ, എന്തുപറ്റി, നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ആ ടൈമിൽ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, അല്ല മാറു, നീ ഈ വഴി പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയും, വലത്തോട്ടോ അതോ ഇടത്തോട്ടോ? വലത്തോട്ട്. അപ്പോൾ ഈ വഴിയാണെങ്കിലോ ഇടത്തോട്ട്, അപ്പോൾ ഇവിടെ ആണെങ്കിലോ ഞാൻ നേരെ പോകും. അങ്ങനെ കുറേ ചോദ്യങ്ങളോട് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എങ്കിൽ നീ ഇതൊന്നും നോക്കിയെന്ന് പറയാൻ നേരത്ത് എന്നിട്ടൊരു കാർഡ് അവൻ്റെ കയ്യിലിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ കാർഡിൽ ഇവൻ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വലത്തോട്ട് പോകുന്നതും ഇടത്തോട്ട് പോകുന്നതും നേരെ പോകുന്നതും ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്ത് പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട്. അല്ല ഇതെങ്ങനെ സാധ്യമായി, നിനക്കിതെങ്ങനെ മനസ്സിലായി? നീ ഒന്ന് അടങ്ങി നിൽക്കി, ഞാൻ പറഞ്ഞുതരാം. ഈ റോഡിനോടല്ല, അതിൻ്റെ ഫിസിക്കൽ കേസ് അല്ല, മാനിപ്പുലേഷൻ കേസ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലഞ്ഞിരിഞ്ഞിരിക്കുന്ന പിള്ളേർക്കാണ് ഇത് കാണുന്നത് ഒരു ക്യൂരിയോസിറ്റി തോന്നി അവരങ്ങോട്ട് പോവുകയും ചെയ്യും. അല്ല നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് തോന്നുന്നു ഇതൊരു ബാരിയർ ടെക്നിക്ക് ആയിരിക്കും എന്നാണ്. സോ ഈ പാത്ത് വേയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരെ ആ ഒരു ബാരിയർ ടെക്നിക്ക് കൊണ്ട് അവർ ക്യാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആണല്ലോ ഈ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാനായിട്ട്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. യുക നീ ശരിക്കും അടിപൊളിയാണല്ലോ, ആരും കാണാത്ത കാര്യമാണല്ലോ നീ കണ്ടുപിടിച്ചത്. ഇതൊക്കെ എന്ത്, ഇത് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പോകാനത്താണ് പെട്ടെന്ന് തുഷികര് അവളെ പുറകിൽ വന്നിട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഈ വഴി കണ്ടുപിടിച്ചോ? തുഷികര് നീ എന്താണ് ചെയ്യുന്നത്? ഞാനും എന്തായാലും ഇവിടെ സെൻസർ ചെയ്തായിരുന്നു ഈ ബാരിയർ, പക്ഷെ നിങ്ങളിത് കണ്ടുപിടിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം നീ ഇത് കണ്ടുപിടിച്ചോ? പിന്നെ അല്ലാതെ. എന്നിട്ട് പുള്ളിക്കാരൻ നേരെ മുമ്പിലേക്ക് നടക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ എന്തായാലും വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും ആവശ്യമുള്ള ടൂൾ എടുത്തുകൊണ്ട് വരാം. ആ ടൈമിൽ എന്നിട്ട് മാറു പറയുന്നുണ്ട്, യുക എന്നോട് ക്ഷമിക്ക്. നീ വിഷമിക്കൊന്നും വേണ്ട, അത് നിന്റെ തെറ്റൊന്നുമില്ല, അവനും അത്യാവശ്യം സ്കിൽഫുൾ ആണ്. അല്ല പക്ഷെ നീ എന്തിനാണ് ഇത്രയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അതോ, സത്യം പറഞ്ഞാൽ എനിക്കൊരു ബ്രദറുണ്ട്, ഒരു ട്വിൻ, ഒരു യങ്ങർ ട്വിൻ.
പക്ഷെ ഞങ്ങളത്രയും അധികം നന്നായിട്ട് പോകാറില്ല. ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതാണ്? ഫൈറ്റ് ചെയ്യുന്നതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അവനെന്നെ ഇഷ്ടമല്ല. കാര്യം ഞാൻ കുറച്ച് ക്ലംസിയാണെന്നാണ് അവൻ എപ്പോഴും പറയുന്നത്. അതെന്തായാലും ശരിയാണ്, അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതെന്നെ നന്നായിട്ട് വേദനിപ്പിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ റിയൽ ഫൈറ്റ് അല്ലെങ്കിൽ കൂടി ഞങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. അതെന്നെ എപ്പോഴും അലട്ടാറുണ്ട്. സോ ഞാൻ പോകുന്ന ആ ഒരു വേദനയിലൂടെ നിങ്ങൾ രണ്ടുപേരും പോകണ്ട എന്ന് തോന്നി എനിക്ക്. അത്രമാത്രം നിങ്ങളുടെ എന്തായാലും കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതത്ര നല്ലതല്ലേ? അങ്ങനെയാണോ? നീ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സിബ്ലിങ്സിൻ്റെ ഇടയിലും ഇതുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീ വെറുതെ ടെൻഷൻ അടിച്ച് ഈ കാര്യത്തിൽ കൂട്ടാണെന്ന് നോക്കണ്ട. ആ ടൈമിൽ പറയുന്നുണ്ട്, ദൈവമേ ഇവള് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? അത് മാത്രമല്ല, ഞാൻ എന്തായാലും എൻ്റെ ബ്രദറിനെ പറ്റി ഒരു തുള്ളി പോലും കെയർ ചെയ്യുന്നില്ല. ആ ഒരു റിങ് എനിക്ക് കിട്ടുന്നവരെ. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ ആ ഒരു വഴിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ആ കാർട്ട് പാത്ത് വേ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടെന്ന ടേപ്പ് വെച്ച് അത് ഫുള്ള് മൂടി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് പോകല്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നായിരുന്നു അവർ ശ്രദ്ധിക്കാതെ യൂക്കയുടെ പുറകിൽ കൂടെ ഒരു പയ്യൻ നേരെ അവിടേക്ക് ഓടിയത്. പോകലെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഈ പയ്യൻ്റെ പുറകെ ഓടുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ഒരു കൈ വന്ന് അവനെ അങ്ങോട്ട് പൊതിയുന്നത്. ഇത് കാണുന്നത് അവരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ആ കൈ ആ പയ്യനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുവാണ്. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇത് എപ്പിസോഡ് 1ൻ്റെ പാർട്ട് 1 ആണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിൽ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.